ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. റെക്കോർഡ് വേഗത്തിൽ 100 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അടിച്ചു തൂക്കിയിരിക്കുകയാണ് വാഴ 2. അതെ, മോഹൻലാലിൻ്റെയും ദുൽഖറിൻ്റെയും ഒക്കെ ചിത്രങ്ങളെ പാടെ ഒരു വള്ളപ്പാട് അകലെ മാറ്റിക്കൊണ്ട് വാഴപ്പിള്ളേരിത 15-ാം ദിനത്തിൽ 99.75 കോടി നേടി. ആ ഒരു ദിവസം തന്നെ പ്രീ സെയിലിലൂടെ 16-ാം ദിനത്തിൽ വന്ന കളക്ഷനോടെ 100 കോടിയും കടന്ന് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആ 100 കോടി നേടിയ പോലെ ഒന്ന് വേഗത്തിൽ ചെയ്യുക. ഇവിടെ തുടരും എന്ന മോഹൻലാൽ ചിത്രമാണ് 2ാം പൊസിഷനിൽ നിൽക്കുന്നത്. കണക്കുകൾ പ്രകാരം 19 ദിവസങ്ങൾ കൊണ്ടാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി നേടിയത്. മോഹൻലാലിനെ പോലെ ഒരു വമ്പൻ താരൻ, മലയാളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ മോഹൻലാലിൻ്റെ സിനിമ പൂർണ്ണമായും എല്ലാ ജനങ്ങളും കാലങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ കിട്ടിയ, മോഹൻലാലിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത തുടരുമെന്ന ചിത്രത്തിന് നേടാൻ കഴിഞ്ഞത് 19ാം ദിവസമാണ്. മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തത പുലർത്തുന്ന ദുൽഖർ സൽമാൻ ഒപ്പം ടൊവിനോയും എന്ന് വേണ്ട കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ഈ ഒരു ചിത്രം വമ്പൻ സിനിമയായി വരികയും വേൾഡ് വൈഡായിട്ട് അമ്മാതിരി പ്രശംസ നേടുകയും ഹെവി പോസിറ്റീവ് അടിക്കുകയും ചെയ്ത ചിത്രത്തിന് വേണ്ടി വന്നത് 24 ദിനമാണ്. പക്ഷേ വാഴ എന്ന ചിത്രം സാധാരണക്കാരുടെ, നമ്മളെപ്പോലെയുള്ളവരുടെ വാഴകളായ നമ്മളുടെ സിനിമ വാഴ 2 എത്തിയപ്പോൾ 16-ാം ദിവസത്തിൽ സിനിമ 100 കോടി നേടി. അതെ, ജനപിന്തുണ അങ്ങനെ തന്നെയാണ്. സ്റ്റാർഡവും കാര്യങ്ങളും ഒന്നുമല്ല, ഇവിടെ പിള്ളേർ തൂക്കിയടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. അതും വലിയ താമസമില്ല, 25 ദിവസങ്ങൾക്കുള്ളിൽ ഇൻഡസ്ട്രി ഹിറ്റ് നമ്മൾ അടിച്ച് തൂക്കും എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും അതിഗംഭീരമായിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ കുതിച്ചുയരുകയാണ്. സിനിമയ്ക്ക് ഇന്നലെ കളക്ഷനായി വന്നിരിക്കുന്നത് ഏകദേശം 3,91,00,000, 4,4 കോടിയോളമാണ് സിനിമയ്ക്ക് ഇന്നലെയും ട്രാക്ഡ് കളക്ഷനിൽ വന്നത്. ഇന്ന് ഇതുവരെ 2,40,00,000 രൂപയും കടന്നിരിക്കുകയാണ്. നാളത്തെ പ്രീ സെയിൽ 53 ലക്ഷവും എത്തിയിരിക്കുകയാണ്. അതായത് ഇത് താഴേക്ക് പോകാൻ യാതൊരു കാര്യവും ഇല്ല. സിനിമ ശനിയാഴ്ച 5 കോടിക്ക് മുകളിലായിരിക്കും, ഞായറാഴ്ച 5 കോടിക്ക് മുകളിലുണ്ടാവും. 2 ദിവസം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 11-11.5 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരും. അങ്ങനെ ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തെയും കളക്ഷനോടുകൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 114-100 കോടിയിലേക്ക് എത്തിപ്പെടുമെന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാം ഇവിടെ ഒരു വലിയ താമസമില്ലാതെ തന്നെ വരുന്ന വാരത്തിൽ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് തകർത്തിരിക്കും. അങ്ങനെ ലോകയുടെ ഇൻഡസ്ട്രി ഹിറ്റ്, തുടരുമെന്ന ചിത്രത്തിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ്, അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വമ്പൻ വിന്നറായി മാറുകയാണ് വാഴ. വൈഭവ് സൂര്യവംശിയെ പോലെ ഇന്ത്യൻ ടീമിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ. ചാനൽ ഇഷ്ടമായി